കഠിനമായ പരീക്ഷണങ്ങളുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് മദീനത്ത് പോയി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് രക്തരഹിതമായ വിപ്ലവത്തിലൂടെ മക്ക കീഴടക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘം മക്കത്തേക്ക് വന്ന സമയം കഅബയുടെ മച്ചിൽ കയറി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹു കറുകറുത്തതെന്ന് എടുത്തു പറയുന്നത് അത്രക്കും വംശീയത നിലനിന്നൊരു കാലഘട്ടത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തോള് താഴ്ത്തി കൊടുക്കുന്നുണ്ട് മച്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അത്രയധികം സ്വഹാബത്തുള്ള അനുയായികളുള്ള ആ സമയത്ത് എന്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ തോള് താഴ്ത്തി കൊടുത്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. ഈ ലോകത്ത് യാതൊരു വർണ്ണവരിക്കോ വംശവരിക്കോ സ്ഥാനമില്ല എന്ന് അറിയിക്കാനുള്ള എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള പൊളിറ്റിക്കൽ മെസ്സേജാണ് അത് കൊടുത്തത്. റബീഉൽ അവ്വലാണ് വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പലർക്കും തെറ്റായ ധാരണകളും കാഴ്ചപ്പാടൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണ്. പറയാൻ യോഗ്യനല്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലായൊരു ഇസ്ലാം തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ പറയാമെന്ന് വിചാരിക്കുകയാണ്. ലോകത്ത് ഇരുളടഞ്ഞിരുന്ന കാലഘട്ടങ്ങളിൽ വല്ലാത്ത മാറ്റം വരുത്തിയൊരു സംവിധാനം ഇന്നും ഏത് ചർച്ചകളും അവസാനം ചെന്നെത്തി നിൽക്കുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലായിരിക്കും. ആ ഒരു സ്വത്വം, അതൊരു സംവിധാനം രാഷ്ട്രീയം എന്നും മൂല്യമുള്ളതാണ്. ശത്രുക്കൾ, അതായത് ഇരുട്ടിൻ്റെ ശക്തികൾ എന്നും അവിടുത്തെ എതിർത്തുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുക, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ സന്ദേശം എന്താണെന്ന്